ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫാമിലിയിലെ ആദ്യത്തെ ബേക്കറി ആണ് കേട്ടോ ഇത്. ഇന്നലെ ആയിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞത്. നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ വിശേഷങ്ങളും അടങ്ങിയിട്ടുള്ള ചെറിയൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആരുതാണ് ബേക്കറി എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ. എൻ്റെ ബേക്കറി അല്ല, എൻ്റെ വല്യമാമൻ്റെ ബേക്കറിയാണ് കേട്ടോ. ബേക്കറി വരുന്നത് കണ്ണാടിപ്പറമ്പ് പുല്ലൂപ്പി കടവിലാണ്. അടുത്ത് തന്നെ ഒരു മുസ്ലിം പള്ളിയുണ്ട്, അതിൻ്റെ തൊട്ടടുത്തായിട്ട്. എൻ്റെ വീടിൻ്റെ അടുത്താണ്, കുറച്ച് ദൂരെ നടക്കാനുള്ളൂ. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോവാം. ഇല്ല, നോക്കണ്ട, നമ്മള് ചെറിയ ക്ലാസ്സാ. മൊയലാളി കാണുന്നുണ്ടോ കേട്ടാ? മൊയലാളി കാണുന്നുണ്ട് ബേക്കറി. എത്ര റെസ്റ്റോറന്റ്? ഇത് തന്നെ ഹൈസ്കൂളിൽ സോഷ്യൽ പഠിപ്പിച്ച മാഷാണ് കേട്ടോ, ജോസഫ് മാഷ്. മാഷ്ക്ക് കണ്ണ് കാണൂല. അപ്പോൾ എന്നെ ഓർമ്മയുണ്ടാന്ന് ഞാൻ പോയി ചോദിച്ചതായിരുന്നു കേട്ടോ.
കുറേ വർഷമായി മാഷിന് ഓർമ്മയുണ്ടോയെന്ന് വെച്ചപ്പോൾ മാഷ് പറഞ്ഞ് ഉണ്ട്, എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞ്. വളരെ സന്തോഷം വന്ന് മിണ്ടിയിൽ എന്നൊക്കെ മാഷ് പറയുന്നത് കേട്ടോ. അപ്പോൾ പുലിപ്പി സ്കൂളിൽ LP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നോട് അവിടുത്തെ ഹെഡ് ടീച്ചർ പറഞ്ഞത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. നിങ്ങൾ വല്ലപ്പോഴും എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ വന്നിട്ട് നമ്മളോട് സംസാരിക്കണം, അതാണ് ഏറ്റവും കൂടുതൽ ഒരു ഗുരുനാഥനെ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് കേട്ടോ. അപ്പോൾ മാഷ്ക്ക് എന്നെ ഓർമ്മയുണ്ട് എന്നാന്ന് പറഞ്ഞേ. വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷമായി. കാശ്വി എടുത്തിനി എന്താഘോഷം നടന്നാലും നമ്മളെ അമ്മമാരെ മറക്കാൻ പാടില്ലല്ലോ അല്ലേ. അപ്പോൾ അമ്മയും ആൻറ്റിയും ഇന്ന് ലീവായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ അമ്മയും ആൻറ്റിയും ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഇവരെ മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യമേ പായസം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം മാമൻ്റെ പുതിയ സംരംഭത്തിന് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത് നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിമാരാണ് കേട്ടോ. പോക്കുണ്ട്, അമ്മയുണ്ട്. ഫോട്ടം പിടിക്കുന്നുണ്ട്, വാഴം പിടിക്കുന്ന ആളാ. എനിക്കൊരു കാര്യം പറയണ്ട കേട്ടോ, നമ്മുടെ ഈ പീഡിയത്തിനൊക്കെല്ലാം ഈ പണിയൊന്നും ഇല്ലാണ്ട് വെറുതെ കുത്തിയിരിക്കുന്ന ആ ചേട്ടന്മാരുണ്ടാവില്ലേ, അങ്ങനത്തെ കുറേ ടീംസ് ഇവരെ വല്ലാണ്ട് കുറ്റം പറയുന്നുണ്ടെന്ന് ഇവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. വേണ്ട, എന്തിനാണ് അവരെ ചോറും ചായയും ഒക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി എടുത്ത് രാവിലത്തെ പണിയും വൈകുന്നേരം വീട്ടിലേക്ക് വന്നിട്ടുള്ള പണിയെല്ലാം എടുത്തൊരുക്കിയിട്ടല്ലേ അവരെ പണിക്ക് പോകുന്നത്. അവരെ അങ്ങ് വെറുതെ വിട്ടേക്ക് ചേട്ടന്മാരെ, അവരെങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് പൊക്കോട്ടെ. ഉദ്ഘാടനമൊക്കെ ഗംഭീരമായിട്ട് നടന്നു. എല്ലാവരും വീട്ടിലോട്ടേക്ക് പോയി. നമ്മളും കുറച്ച് സമയം എൻജോയ് ചെയ്തു കേട്ടോ, നന്നായിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള പാർക്കിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. അപ്പോൾ ബൈ.